നിങ്ങൾ കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ആത്മാവിനെ പുണ്യപൂർണ്ണമാക്കിയതിന് ശേഷം നിത്യതയിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ ഓഹരി കിട്ടുമോ? അതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഭൗതികമായ നേട്ടമാണ്. ഇത് തമ്മിൽ സംഘർഷം ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം? ദൈവം നിങ്ങളെ ക്ലേശിപ്പിക്കും ചില സമയത്ത്. ആ ക്ലേശങ്ങളിൽ നിങ്ങളെപ്പോഴും പിടിച്ചു നിൽക്കണം. അപ്പം ദൈവം ഒരു 30 മേനിയായിട്ട് നിങ്ങളെ കണക്കാക്കും. അവസാനം നിങ്ങൾക്കറിയാമല്ലോ, ദൈവത്തിന് നിങ്ങളെ തോൽക്കുന്ന സ്ഥലത്ത് വെച്ച് ദൈവം നിങ്ങളെ പൊക്കി കൊണ്ടുവരും. എന്താ കാര്യം? ദൈവത്തിൽ ആശ്രയിക്കുന്ന തോക്കാൻ സമ്മതിക്കത്തില്ല ദൈവം. അതാണ് എൻ്റെ വിഷയം. ദൈവം നിങ്ങൾ എല്ലാവരും നിന്നെ കൈവിട്ട് തോക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വിചാരിക്കും എൻ്റെ ജീവിതം ഗതി പോയി, എൻ്റെ വിധി ഇതാണെന്ന് പറയുമ്പോൾ ഈശോ പറയും നിൻ്റെ വിധി ഞാനാണെന്ന് പറയും, ഞാനാണ് തീരുമാനിക്കണമെന്ന് പറയും. കാരണം മരണം പ്രഖ്യാപിക്കാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടെ പ്രശ്നം മരണം. അപ്പോൾ ഞങ്ങൾ ഉയർപ്പിൽ വിശ്വസിക്കണം